അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ചക്കപ്പുഴുക്ക്. അതിന് ചക്ക വേവിക്കാനായിട്ട് കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ച് അതൊന്ന് വെന്ത് കിട്ടണം. നല്ല കണക്ക് കുഴയുണ്ടായി കേട്ടോ. ഇത് പുഴുക്കാക്കാനാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ കാന്താരി ചമ്മന്തിയും കട്ടൻ ചായയും സൂപ്പറാണ്. അതിൻ്റെ ബാക്കിയുള്ള ചേരുവയെന്ന് പറഞ്ഞാൽ തേങ്ങ ഇടാനാണ്. മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കില്ല. പിന്നെ വറ്റൽമുളക്, കൊച്ചുള്ളി, കരിയാപ്പില ഇത് വറുക്കാൻ. കടുക് വറുത്ത് നമ്മൾ ഇത് സെറ്റാക്കി എടുക്കും. വെന്ത് കിട്ടട്ടെ. പിന്നെ ഇത് കാന്താരി ചമ്മന്തിയാണ്. കാന്താരി ഞാൻ കുറച്ച് എടുത്തുള്ളൂ. ഇതിന് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. പിന്നെ സവാള, പുളി, ഇനി ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കും. കപ്പപ്പുഴുക്കിനുള്ള ചമ്മന്തിയാണ്. പിന്നെ മീൻകറിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചക്ക വെന്ത് ഇതിന് നമ്മൾ ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ അടുപ്പിൽ പാത്രം വെച്ച് തീ എത്തിച്ച് ഇനി നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ വീതി കടുക് വറക്കണം. പാത്രം ഒന്ന് ചൂടാവട്ടെ. ചക്ക പുഴുങ്ങിയ പാത്രം തന്നെയാണ് കേട്ടോ. എൻ്റെ ഈ സ്റ്റീൽ പാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് ഞാൻ വെല്ലോടൊന്നും കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് വെളിച്ചെണ്ണ വീഴ്ത്തുക. ചൂടായി കഴിയുമ്പോൾ കടുകിടണം. കടുകിടുകയാണേ. മതി, കുറച്ച് കടുക് മതി. ഫോൺ മാറ്റി പിടിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ ചാർജ് ഇവിടെ കുത്തി ഇട്ടേക്കും കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ ഉള്ളി, കരിയാപ്പില, വറ്റൽമുളക് ഇട്ടേ. ഇനി ഇതൊന്ന് ഒത്തിരി ഇതാവണ്ട. ഈ കറണ്ടടുപ്പ് ഏതാ 200 ഇട്ടേക്കുക. എന്നാലും ഇതിനകത്ത് എളുപ്പം തീ കയറും. അങ്ങനൊരു കാര്യമുണ്ട്. കാന്താരി ചമ്മന്തി റെഡിയാക്കി. കാന്താരി ചമ്മന്തിയാണ് ഇതിൻ്റെ. അതിനകത്ത് വെളിച്ചെണ്ണയും കൂടെ വീഴ്ത്തിയാൽ മതി. ഇത് നമുക്ക് 4 മണിക്കൊക്കെ കട്ടൻ ചായയോടെ കുടിക്കാൻ സൂപ്പറാണ്. നമ്മൾ കറി വെച്ചതിനും കൈതാകുമ്പോൾ നമുക്ക് തേങ്ങ ഒക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. കാന്താരി ചമ്മന്തി അരച്ചതെങ്കിൽ നമുക്കിതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, അല്ല എരിവ് ഇത്തിരി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിനകത്ത് തേങ്ങ ഇടുന്നത്. എരിവ് അത്ര അറിയത്തില്ല. കാന്താരിക്ക് അറിയാമല്ലോ നല്ല എരിവാ. തോനെ മൂക്കണ്ട കേട്ടോ. തോനെ മൂക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്ത് നമ്മൾ ചക്ക എടുത്തിടണം. ചക്ക ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്ന സ്റ്റാൻഡ് ഒന്നുമില്ല. അല്ലാതെ നമ്മളിട്ട് കൈ വെച്ച് തന്നെ പിടിച്ചിടുന്നതാ. നല്ല കണക്ക് മൂക്കേണ്ട കാര്യമില്ല. ചക്ക ഇട്ട് നമ്മൾ ചക്ക ഇട്ട് ഇനി നമ്മളിത് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിനകത്ത് അടുപ്പിനകത്ത് വരുന്നു കേട്ടോ. നമ്മളിനി ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. കുഴഞ്ഞു പോകരുത്. എന്നിട്ട് കുഴഞ്ഞു പോയാൽ ഇതിനകത്ത് നമ്മളിതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. നമ്മളിത് ഒരു പരുവമാക്കി ഇതേപോലെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് തേങ്ങ മാത്രം ഇട്ടാൽ മതി. തേങ്ങ തോനെ ഇടേണ്ട. ആവശ്യത്തിന് വേണ്ടുന്നവരുടെ ഇഷ്ടം കണക്ക്. എനിക്കിതിനകത്ത് കുറച്ച് തേങ്ങ മതി. ഈ തേങ്ങ നമ്മൾ ഇതിനകത്ത് യോജിച്ചിടും. ഇത്രയും മതി. ഞാൻ യോജിച്ച് പിടിപ്പിച്ചിട്ട് കാണും. ഇങ്ങനെ ഇതിൻ്റെ ജോലി കഴിഞ്ഞു. തേങ്ങ പിടിപ്പിച്ച് കണ്ട നമ്മൾ കുഴയാത്ത കണ്ട ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യുക. റെഡിയായി. അങ്ങനെ ചക്കപ്പുഴുക്ക് റെഡിയായി. പിന്നെ ചമ്മന്തി, കാന്താരി ചമ്മന്തി. പിന്നെ ഞാൻ പരവക്കാരിൽ മുളക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതും കഴിക്കാം. പരവക്കാരിൽ മുളക് കറി വെച്ചിട്ടുണ്ട്. പച്ചത്തേങ്ങ അരച്ച്
ഇതിന് ഏറ്റവും ബെസ്റ്റ് സാധനം ഇത് രണ്ടുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. പിന്നെ കട്ടൻ ചായ സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചക്കപ്പുഴുക്ക് ചെയ്ത് നോക്കി എനിക്ക് കമൻറ്റ് ഇടുക. എല്ലാവരും എന്നെ സപ്പോർട്ട് തരിക. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബർ. എൻ്റെ വീഡിയോയും സോഴ്സും കണ്ടൊന്ന് സപ്പോർട്ട് തരിക.